പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, നമ്മൾ 44ാമത്തെ വീഡിയോയിലെത്തിയിരിക്കുന്നു. ഇനി 6 വീഡിയോകൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെറിയ 2-3 വീടുകളും അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് മരങ്ങളെയുമാണ് വരയ്ക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെയുള്ള വീടുകളല്ല, അല്ലെങ്കിൽ മരങ്ങളല്ല. ജോമെട്രിക്കൽ ഷേപ്പുകൾ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. എല്ലാവർക്കും വരയ്ക്കാൻ കഴിയും. ഇതിൻ്റെ സ്കെച്ച് ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത്. ഇതിലൊരു ചെറിയ പെർസ്പെക്റ്റീവ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് സ്കെച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വട്ടത്തിലുള്ള മരങ്ങളെയാണ് വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ട്രാൻസ്പെറൻസിയാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ കളറിൻ്റെ ട്രാൻസ്പെറൻസി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ട്രാൻസ്പെറൻസിയാണ് ഉപയോഗിക്കുന്നത്. സ്കെച്ച് കഴിഞ്ഞതിന് ശേഷം ഓറഞ്ച് നിറമെടുത്ത് വെള്ളമുണ്ട് അതിൽ നന്നായി കട്ടിയായിട്ടല്ല ചെയ്യുന്നത്, അല്പം ലൈറ്റായിട്ടാണ് ചെയ്യുന്നത്. ആ വീടിന് പുറകിലുള്ള ഒരു റൗണ്ടിനുള്ളിൽ ഓറഞ്ച് ഫിൽ ചെയ്തു. അതിന് പുറകിലുള്ള വേറൊരു റൗണ്ടിലും ഇതുപോലെ ഓറഞ്ച് ഫിൽ ചെയ്യുന്നു. പിന്നെ കുറച്ച് റെഡ് അതിൽ മിക്സ് ചെയ്ത് അതിനടുത്ത് തന്നെയുള്ള ഒരു റൗണ്ടിൻ്റെ ഭാഗം കൂടി പെയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓറഞ്ചും റെഡും ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രസമുള്ള ഒരു സംഭവമായി തോന്നില്ല, പക്ഷേ ഇത് പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം വീണ്ടും കുറച്ചുകൂടി ഓറഞ്ച് എടുത്ത് അടുത്ത വട്ടം ഫിൽ ചെയ്യുന്നു. അപ്പോൾ അഗ്രങ്ങളെല്ലാം വളരെ സൂക്ഷിച്ച് ഷാർപ്പായി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇത് നമ്മളൊരു ഇല്ലുസ്ട്രേറ്റീവ് രീതിയിലുള്ള വർക്കായി ചെയ്യാനാണ് പ്ലാൻ. അതായത് വരച്ചതിന് ശേഷം നമുക്ക് ഔട്ട്ലൈൻ ഇടണം. ഓറഞ്ചുകൾ എല്ലാ സ്ഥലങ്ങളിലും ചേർത്തെടുക്കുന്നു. ട്രാൻസ്പെറൻസി കിട്ടണമെങ്കിൽ ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയർ ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ 2 ലെയർ കൂടി മിക്സായി പോകും. ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത ആ ഭാഗത്തിന് പുറത്തുള്ള, അതായത് അതുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത സ്ഥലത്താണ് ഞാൻ സർക്കിൾ വരയ്ക്കുന്നത്. ക്രിംസൺ കൊണ്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ നിറങ്ങളെല്ലാം മാറ്റി പരീക്ഷിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഇവിടെ ബ്ലൂ എടുക്കുന്നു. എല്ലാ കളറുകളും ഡയറക്റ്റാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് റെഡ് മിക്സ് ചെയ്ത് അതിൻ്റെ ഓട് ഭാഗം, ആ ഭാഗം മറ്റ് ഭാഗങ്ങളുമായി ടച്ച് ചെയ്യുന്നില്ല, നനഞ്ഞ ഭാഗങ്ങളായി ടച്ച് ചെയ്യുന്നില്ല ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഭാഗത്താണ് ഓടിനെ വരയ്ക്കുന്നത്. ആ ഷേപ്പുകളെല്ലാം ചെയ്യേണ്ടതാണ്. വളരെ ഡീറ്റെയിൽ ആയി ഒന്നും ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പ് കിട്ടിയാൽ തന്നെ അത് വർക്കാവും. കുറച്ചുകൂടി അതിൽ റെഡ് ചേർത്ത് അടുത്ത ഭാഗത്തുള്ള ഓടും ചെയ്തു. കുറച്ച് വയലറ്റാണ് അത് ചേർത്തത്. അതിനാദ്യം ചെയ്ത ഓടിൻ്റെ ഭാഗത്ത് വളരെ കുറച്ച് റെഡ് ചേർത്തിരുന്നില്ലെങ്കിൽ ഇതിൽ കുറച്ചുകൂടി കൂടുതൽ റെഡ് ചേർത്ത് വയലറ്റ് ആക്കുന്നു. ഈ ഡാർക്ക് നിറം മിക്സ് ചെയ്യുന്നു. ബ്ലൂവും റെഡും ഗ്രീനും ഒക്കെ മിക്സ് ചെയ്ത് നമുക്ക് ഡാർക്ക് നിറം ഉണ്ടാക്കാം. അതിന് ലൈറ്റാക്കി നന്നായി വെള്ളം ചേർത്ത് ലൈറ്റാക്കി കുറച്ചുകൂടി ബ്ലൂ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്ന ആ രീതി കാണാം. ഇങ്ങനെ നിങ്ങൾ പല നിറങ്ങൾ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഗ്രേ നിറമാണ് നമുക്ക് ആവശ്യം. കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നി, അതിൽ കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ അതിനെ ഗ്രേഡിൻ്റ് ആക്കി നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്ത ഓറഞ്ച് ഭാഗം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അത് ശ്രദ്ധിക്കണം. ഗ്രേ നിറം ഒട്ടും അടയാളങ്ങളില്ലാതെ വാഷ് ചെയ്യാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കഴിയും വിധം നിങ്ങൾ ചെയ്യുക. അടുത്ത ചുമരിൻ്റെ ഭാഗവും അതേ നിറം കൊണ്ട് തന്നെ ഒട്ടും അടയാളങ്ങളില്ലാതെ പ്ലെയിനായി വാഷ് ചെയ്യുന്നു. കുട്ടികൾക്കെല്ലാം ഇത് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. അത്ര മോശം ചിത്രം എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് പലതും ചെയ്യാം. ഒരു പേപ്പർ നിറയെ ഇതുപോലെ വീടുകളെ വരച്ചാൽ നല്ല രസമായിരിക്കും. നമ്മൾ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് നല്ല നല്ല പെയിൻറ്റിങ്ങുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ വിൽക്കാം, എവിടെയെല്ലാം അത് അപ്ലോഡ് ചെയ്യാം എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില ഐഡിയകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഞാനത് ഷെയർ ചെയ്യാം. ഫ്രണ്ട് ഭാഗവും വളരെ ലൈറ്റായി അതേ നിറത്തിൻ്റെ വളരെ ലൈറ്റായ ഒരു ഷെയ്ഡാണ് ഉപയോഗിച്ചത്. നന്നായി വെള്ളം ചേർത്ത് ലൈറ്റാക്കിയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ചുമരിൻ്റെ 2 ഭാഗങ്ങൾ കാണാം. ഒരു ഭാഗം ലൈറ്റായും ഒരു ഭാഗം ഡാർക്കായും. അതായത് ആദ്യം നമ്മൾ ചെയ്ത ഓറഞ്ചൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടൂ. പിന്നെ അടുത്തതായി ബ്ലൂ എടുത്ത്, ബ്ലൂ അല്പം ഗ്രീൻ മിക്സ് ചെയ്ത നിറമാണത്, അല്ലെങ്കിൽ ബ്ലൂ മാത്രമായാലും വർക്കാവും. പുറകുവശത്തുള്ള മരത്തിൻ്റെ വട്ടം കൂടി ഫിൽ ചെയ്തെടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ബ്ലൂവിന് പകരം വേറെ എന്തെങ്കിലും നിറങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം ആ ഓടിൻ്റെ ഭാഗവും അതേ ബ്ലൂ തന്നെയാണ്. രണ്ടും കൂടി മെർജാകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അടുത്തത് കുറച്ച് ബ്ലൂവും കുറച്ച് ഗ്രീനും മിക്സ് ചെയ്ത ലെയറാണ്. ആ ഓറഞ്ച് ലെയറിന് മുകളിലൂടെ പെയിൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ട്രാൻസ്പെറൻ്റ് ആയി അതിനടിയിലുള്ള ഓറഞ്ച് കൂടി നമുക്ക് തെളിഞ്ഞ് കാണാൻ കഴിയുന്നത്. ഇതിനെയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഗ്ലാസിൻ്റെ പോലെ നിറങ്ങൾ പ്രവർത്തിക്കുന്ന ആ രീതിയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ മുകളിൽ ചേർക്കാം.
നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലാവും. വാട്ടർ കളർ തീർച്ചയായും അത് അത്യാവശ്യമായ കാര്യമാണ്. കുറച്ചുകൂടി ഡാർക്കായ നിറമെടുത്ത് അടുത്ത വീടിൻ്റെ പിൻവശത്ത് ചേർക്കുന്നു. അതേ നിറം കൊണ്ട് തന്നെ കുറച്ച് താഴേക്കും ഡാർക്കായി വരച്ചെടുക്കുന്നു. അവിടെ വൈറ്റ് നിറം കാണുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു, ആ ഭാഗം കൂടി അതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഓറഞ്ചിനെ നന്നായി കാണാൻ കഴിയും നമുക്ക്. ഓരോ ലെയറും ഉണങ്ങി ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. വക്ക് ഭാഗം ശ്രദ്ധിച്ച് ചെയ്യുന്നു. ഓടിൻ്റെ ആ വീടിൻ്റെ വക്ക് ഭാഗം. ഈ ബ്ലൂവിൻ്റെ അകത്ത് കൂടെ നമുക്ക് നന്നായി ഓറഞ്ചിനെ കാണാൻ കഴിയും. ട്രാൻസ്പെറൻസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പെർമനന്റ് ഗ്രീൻ എടുത്ത് അതിന് പുറകിലുള്ള ചെറിയൊരു വട്ടത്തിനെ കൂടി ചേർക്കുന്നു. ഇനിയും നമുക്ക് കുറച്ചുകൂടി ചേർക്കാനുണ്ട്. ലെമൺ യെല്ലോയും കുറച്ച് ചേർത്ത് അതിനും പുറകിലുള്ള ഗ്രീൻ വട്ടം കൂടി ഫിൽ ചെയ്തെടുക്കുന്നു. ആ ലെയർ നന്നായി ഉണങ്ങിയതിന് ശേഷം, ഇവിടെ ഞാനത് കാണിക്കുന്നില്ല, നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മാർക്കർ പെൻ എടുത്ത് നമ്മൾ വരച്ച ഭാഗങ്ങൾ കൂടിയെല്ലാം ഔട്ട്ലൈൻ വരയ്ക്കുന്നു. വട്ടങ്ങളും വീടിൻ്റെ അഗ്രങ്ങളും എല്ലാം നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് കാണിക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടി അത് ഫിനിഷായി. ഇത് ചെയ്തതിന് ശേഷം ഇനിയും നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട്. ഇതുപോലുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് പിൻട്രസ്റ്റിലും എല്ലാം കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. അവിടെയുള്ള ചിത്രത്തിൻ്റെ കോപ്പി അല്ല ഞാൻ ചെയ്യുന്നത്. അവിടെ നോക്കി ആ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് പുതിയ ചിത്രങ്ങൾ വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, എവിടെ നിന്ന് കിട്ടും ചിത്രങ്ങളിൽ നിന്നെല്ലാം. നിങ്ങൾ റെഗുലറായി പ്രാക്ടീസ് ചെയ്യാത്തതായിരുന്നു നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ റെഗുലറായി ഇതുപോലെ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു ചലഞ്ച് ചെയ്തത്, നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ആർക്കും ഞാൻ സമ്മാനം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിലല്ല. ഇവിടെ ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഇത് വരച്ചാൽ സമ്മാനം കിട്ടുക? ഞാൻ പറഞ്ഞു, ഒരു സമ്മാനവുമില്ല. വലിയൊരു സമ്മാനം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അറിവ്. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം. അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. അതിലും വലിയൊരു സമ്മാനം വേറെ ആർക്കും തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒട്ടും നഷ്ടം വരാത്ത ഒരു സമ്മാനം, നിങ്ങൾക്ക് വളരെ ലാഭം ഉണ്ടാക്കുന്ന വലിയൊരു സമ്മാനം. അപ്പോൾ തീർച്ചയായും നിങ്ങളത് നന്നായി ഉപയോഗിക്കുക. നമുക്കൊരു സമ്മാനം കിട്ടിയാൽ നമ്മൾ നന്നായി ഉപയോഗിക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ നിങ്ങളത് ഉപയോഗിച്ച് കാണിക്കുക. ഇതുവരെ ചെയ്തതെല്ലാം വളരെ നന്നായിരുന്നു. ഇനിയും നിങ്ങൾ ഈ ചലഞ്ച് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. എൻ്റെ ചാനലിൽ വീഡിയോകൾ വരും. വലിയ വീഡിയോകളുണ്ടാവും, ചെറിയ വീഡിയോകളുണ്ടാവും. അപ്പോൾ അതൊക്കെ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ശ്രമിക്കുക. പറ്റുന്ന വീഡിയോകൾ നോക്കി വരയ്ക്കാൻ ശ്രമിക്കുക. 400-ൽ കൂടുതൽ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ തന്നെ നല്ല അറിവുകൾ, അതായത് വാട്ടർ കളറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ അറിവുകളും ഷെയർ ചെയ്യുന്ന വീഡിയോകളുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ ശ്രമിക്കുക. പുതിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഇനി നമ്മൾ ഈ ഒരു വട്ടങ്ങളെല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു കളർ എടുക്കുകയാണ്. ബ്രൗൺ കളറാണ് എടുക്കുന്നത്. കുറച്ച് റെഡ് മിക്സ് ചെയ്ത്, എവിടെ കണ്ടോ ആ ഒരു നിലത്തിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ചേർക്കുന്നു. ആ വീടിൻ്റെ മുകളിലേക്ക് കുറച്ച് കയറിപ്പോയപ്പോൾ ഞാൻ ഒന്ന് തുടച്ചെടുത്തത് കണ്ടില്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ആ അഗ്രം ഒന്നുകൂടി അതിനെ ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കണം, റഫാക്കി. ഇവിടെ ഞാൻ സ്പ്രേ ചെയ്യുന്ന ഒന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വിടാം. സ്ട്രോക്കുകളുടെ അഗ്രം അതുപോലെ തന്നെ നിർത്താനാണ് ശ്രമിക്കുന്നത്. കുറച്ചുകൂടി ബ്ലൂ എടുക്കുന്നു, അതിൽ മിക്സ് ചെയ്യുന്നു. ഇനി ആ ഒരു മരങ്ങളുടെ ഭാഗം, വീടിൻ്റെ പുറകുവശത്ത് വരുന്ന മരങ്ങളുടെ ഭാഗത്തും ഇപ്പോൾ ഓടിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തും ഷാഡോ പോലെ ഒരു ഗ്രേ കളർ ചേർക്കുന്നു. ഇതേ ഗ്രേ കളർ കൊണ്ട് നമുക്ക് ആ ഒരു മരങ്ങൾ വരുന്ന ഭാഗത്ത് ചേർക്കണം. ഓടിൻ്റെ താഴ്ഭാഗത്ത് രണ്ട് സൈഡിലും ചേർത്ത് അപ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ആവും. ആ ഒരു റൗണ്ട് ഷേപ്പ് നിൽക്കുന്ന ചുമരിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഷാഡോ പോലെ ചേർക്കുന്നു. വാതിലിൻ്റെ ഭാഗവും അതേ ഡാർക്ക് കൊണ്ട് തന്നെ ചേർക്കുന്നു. കുറച്ചുകൂടി റെഡും ബ്ലൂ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഇനിയാണ് നമ്മൾ ആ ഒരു മരത്തിൻ്റെ ഭാഗം വരുന്ന ആ ഷാഡോ ഭാഗം, അതായത് വീടിന് പുറകിലുള്ള ആ റൗണ്ട് ഭാഗത്ത് കുറച്ച് ഡാർക്ക് കളർ ചേർക്കുന്നത്. അതായത് വയലറ്റാണ് ചേർക്കുന്നത്. ഏത് നിറത്തിൻ്റെ മുകളിലും വയലറ്റ് ചേർത്താൽ അതിൻ്റെ ന്യൂട്രൽ കളറാണ് കിട്ടുക. ഇവിടെ നമുക്കതൊരു ട്രാൻസ്പെറൻറ്റ് ലെയറായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്